Hi all. So module 5 we discussed about this simple harmonic motion. Simple harmonic motion എന്താണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഏതൊക്കെ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു പീരിയോഡിക് മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വന്ന് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻഎക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള ഒരു സ്ട്രിങ് എൻ്റെ എൻഡിലായിട്ടൊരു ബോബ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു മറ്റേ എൻഡ് റിജിഡ് ആയിട്ടുള്ള സപ്പോർട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് വിൽക്കോൾട്ട് സിമ്പിൾ പെൻഡുലം. നമുക്ക് കണ്ടിട്ടുള്ളതാണ് സിമ്പിൾ പെൻഡുലംസ്. സോ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്സിലേഷൻ എടുക്കുന്ന ടൈമാണ്. സോ നമുക്ക് ഇവിടെ ഒരു പെൻഡുലം ഉണ്ട്. ആ പെൻഡുലം നമുക്കറിയാം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെ ഓക്സിലേറ്റ് ചെയ്യുകയാണെന്ന് പെൻഡുലം. സോ ഒരു ഓക്സിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ വന്ന് തിരിച്ച് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ വരുന്നതിനാണ് ഒരു ഓക്സിലേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഓക്സിലേഷൻ എടുക്കുന്ന ടൈമിന് പറയുന്നതാണ് വിൽ കോൾ ഇറ്റ് ആസ് ടൈം പീരീഡ്. സോ ഈ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഇസ് 2π√L/G എന്നാണ് ഇക്വേഷൻ. √L/G എന്നാണ് ഇക്വേഷൻ. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിങ് ഉണ്ടല്ലോ, പെൻഡുലത്തിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് L. G is acceleration due to gravity. ഇനി നമുക്കൊരു സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ക്ലോക്ക് ഇല്ലേ, അത് സെക്കൻഡ്സ് പെൻഡുലാണ്. ഒരു ബീറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഒരു ബീറ്റാണ്. കണ്ടോ, ഒരു ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലാണ് ഒരു ബീറ്റ് സംഭവിക്കുന്നത്. പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള ബീറ്റ് സെക്കൻഡ് ബീറ്റാണ്. അങ്ങനെ 2 ബീറ്റ് വരുമ്പോഴാണ് ഒരു ഓക്സിലേഷൻ ആവുന്നത്. അതായത് സെക്കൻഡ് പെൻഡുലത്തിൻ്റെ കേസിൽ 2 ബീറ്റ് ആകുമ്പോഴാണ് ഒരു ഓക്സിലേഷൻ ആവുന്നത്. ദാറ്റ് മീൻസ് ഒരു ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡാണ്. സോ 2 ബീറ്റ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡാണ്. ഒരു സെക്കൻഡ് പെൻഡുലത്തിൻ്റെ കേസിൽ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 2 seconds. For this seconds pendulum, the time period is 2 seconds. Fine. ഇനി നമുക്കൊരു ഡെറിവേഷൻസ് ഡീപ്പായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻസ് പറഞ്ഞ് പ്രോബ്ലം ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റർ, ആ എലിവേറ്റർ അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അറ്റ് ദ സെയിം ടൈം ആ എലിവേറ്റർ ടോപ്പിലായിട്ട് ഞാനൊരു പെൻഡുലം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു പെൻഡുലം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു എലിവേറ്റർ ആ സപ്പോർട്ട് എലിവേറ്ററിലാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ, ആ പെൻഡിനെ സപ്പോർട്ട് ചെയ്തേക്കുന്ന എലിവേറ്ററിലാണ് അത് കെട്ടി വെച്ചേക്കുന്നത്. ഫൈൻ. സോ ആ ഒരു സപ്പോർട്ട് മുകളിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മുടെ ലിഫ്റ്റ് മുകളിലേക്ക് ഒരു ആക്സിലറേഷനിൽ മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പെൻഡുലുള്ളത്. ആ ഒരു പെൻഡുലം ലിഫ്റ്റ് പോകുന്നതിൻ്റെ അനുസരിച്ച് മുകളിലേക്ക് മൂവ് ചെയ്യാണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്. 2π√L/G+A എന്ന് വരും. പിന്നെ സെയിം ടൈം ഈ സപ്പോർട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഈ ലിഫ്റ്റ് നമ്മുടെ താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. ഡൗൺവേർഡ് ആക്സിലറേഷൻ A ആണെങ്കിൽ ഈ ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π√L/G - A ആണ്. അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു പെൻഡുലം എടുത്തു, ഒരെണ്ണത്തിന് ഈ ലെങ്ത് ആണ്, ഒരെണ്ണത്തിന് ഈ ലെങ്ത് എടുത്തു, ഒരെണ്ണത്തിന് ഏറ്റവും കുഞ്ഞ് ലെങ്ത്. ഇനി ഈ ഒരു പെൻഡുലത്തിനെ കമ്പയർ ചെയ്ത് ലെങ്ത് കൂടിയ പെൻഡുലുണ്ട്, ലെങ്ത് കുറഞ്ഞ പെൻഡുലുണ്ട് അല്ലേ? സോ ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം, നമ്പർ ഓഫ് ബീറ്റ്സ് എത്ര മാറുന്നുണ്ട് അതിനൊക്കെ കണ്ടുപിടിക്കാനും, അതുപോലെ തന്നെ നമുക്ക് നോർമൽ 9.81 ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി അത് 9.81 അല്ല, അതിന് പകരം 9.8 ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്പർ ഓഫ് ബീറ്റ്സിന് എന്ത് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഇസ് dN/N is equal to half into dG/G minus dL/L. d എന്ന് പറയുകയാണെങ്കിൽ ചേഞ്ച് ദ നമ്പർ ഓഫ് ബീറ്റ്സ് ആണ്. ഇത് സാധാരണ ഇപ്പോൾ ഒരു 100 ബീറ്റ്സ് ആണ് വരേണ്ടതെങ്കിൽ ഈ ലെങ്ത്തിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഉള്ള ചേഞ്ച് കാരണം ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 5 ബീറ്റ്സ് കൂടുതലുണ്ടാവും. സോ ആ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ബീറ്റ്സ് ആണ്, അത് ഒറിജിനലേക്കാൾ എത്രമാത്രം കൂടുതലുണ്ട് കുറവുണ്ട്, ആ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ബീറ്റ്സ് ആണ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ഡേയിൽ എത്ര ബീറ്റ്സ് ആണ് സാധാരണ വേണ്ടത്. നമ്മൾ സാധാരണ സെക്കൻഡ്സ് പെൻഡുലത്തിന് പ്രോബ്ലം ആണ് ചെയ്യാറുള്ളത്. സെക്കൻഡ് പെൻഡുലത്തിൽ നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, ഓരോ സെക്കൻഡിലും ഒരു ബീറ്റ് ആണ് അല്ലേ, ഒരു സെക്കൻഡ് ഒരു ബീറ്റ് ആണ്. സോ ടോട്ടൽ എത്ര സെക്കൻഡ്സ് ഉണ്ട് ഒരു ഡേ? 24 hours ആണ്. ഒരു അവർ 60 സെക്കൻഡ്സ് ആണ്. ഒരു അവർ 60 മിനിറ്റ്സ് ആണ്. ഒരു മിനിറ്റ് 60 സെക്കൻഡ്സ് ആണ്. സോ ഇത്രയും നമ്പർ ഓഫ് ബീറ്റ്സ് ആണ്. ഈ വാല്യൂ ആയിരിക്കും സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ. പ്രോബ്ലം ചെയ്യുന്നത് ഈ വാല്യൂ 86,400 ആയിട്ട് വരും.
ഇനി ഡി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയും 9.81 മാറി 9.8 ആയി എന്നൊക്കെ പറയുകയാണെങ്കിൽ 9.81 മൈനസ് 9.8 ആണ് ഡി ജിയുടെ വാല്യൂ. ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ 9.81 ആണ്. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. ഇനി ഡി എൽ ബൈ എല്ലിൽ എൽ എന്ന് വെച്ചാൽ ഒറിജിനൽ സാധാരണ വേണ്ട ഒരു പെൻഡുലത്തിന് വേണ്ട ലെങ്ത് ആണ്. സെക്കൻഡ്സ് പെൻഡുലാണെങ്കിൽ അതിന് ആക്ച്വലി 994 mm ആണ് അതിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ അതിൽ നിന്നല്ലാതെ ചിലപ്പോൾ ചില പെൻഡുലത്തിന് 1000 mm കാണും. അപ്പോൾ 1000 mm ആണെങ്കിൽ എത്രമാത്രം കൂടുതലുണ്ടാവും? 6 mm കൂടുതലാണ് അല്ലേ? ആ ചേഞ്ച് ഇൻ ലെങ്ത്തിനാണ് ഡി എൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജിക്ക് ചേഞ്ചസ് ഒന്നുമില്ല എന്ന് പറയുകയാണ് പ്രോബ്ലത്തിലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം? ഡി ജിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ഡി ജി ചേഞ്ച് ഇല്ല, അപ്പോൾ 0, ഡി ജിയുടെ വാല്യൂ 0 ആയി പോകും. ബാക്കി അത് ഡി എൻ ബൈ എൻ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി എൽ ബൈ എൽ എന്നാണ് ഇക്വേഷൻ. ഇനി അത് എല്ലിൻ്റെ കേസിൽ ഇക്വേഷന് ലെങ്ത്തിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ലെങ്കിൽ ഡി എല്ലിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ ഡി എല്ലിൻ്റെ വാല്യൂ 0 ആണ്. സോ ഡി എൻ ബൈ എൻ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി ജി ബൈ ജി എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ടൈം പീരിയഡ് ഓഫ് ഓക്സിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് 1.5 meter. Also find the time period when this pendulum hangs from an elevator moving with upward acceleration 3 meter per second, downward acceleration 3 meter per second. 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന് ജസ്റ്റ് ലെങ്ത് തന്നിട്ടുണ്ട്, ആ ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടി പി ഇസ് ഈക്വൽ ടു 2/√L/G എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. എല്ലിൻ്റെ വാല്യൂ മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ടൈം പീരീഡ് എന്താണെന്ന് കിട്ടും. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റിൽ ഒരു എലിവേറ്ററിൽ അത് ഹാങ് ചെയ്ത് കിടക്കുവാണ്. ആ എലിവേറ്റർ മുകളിലേക്കാണ് മൂവ് ചെയ്ത് പോകുന്നത് 3 meter per second സ്ക്വയറിൽ. സോ ഈ കേസിൽ എയുടെ വാല്യൂ 3 meter per second സ്ക്വയർ ആണ്. മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കാരണം ജി പ്ലസ് എ എന്നാണ് ഇക്വേഷൻ വന്ന് ചേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടി പി. ഇനി ആ സെയിം എലിവേറ്റർ ഡൗൺവേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ഇക്വേഷൻ എൽ ഡിവൈഡ് ബൈ ജി മൈനസ് എ എന്നാണ് കേട്ടോ. ജി മൈനസ് എ എന്നായിരിക്കും ഇക്വേഷൻ. എയുടെ വാല്യൂ ഒക്കെ സെയിം ആണ്, 3 ആണ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. The next problem, a clock is provided with a seconds pendulum. So seconds pendulum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർത്തോണം അതൊരു പെൻഡുലം ആണ്. ആ പെൻഡുലത്തിന് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 seconds ആണ്. ടൈം പീരീഡ് 2 seconds. Is gaining 150 seconds a day. അതായത് സാധാരണ അടിക്കുന്നതിനേക്കാളും ഒരു 150 ബീറ്റ്സ് കൂടുതലാണ്. കാരണം ഒരു ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ആണല്ലോ. സോ ഒരു 150 seconds എക്സ്ട്രാ ആ ഒരു ക്ലോക്കിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് ഫാസ്റ്റ് ആണ്, 150 seconds ഫാസ്റ്റ് ആണ്. ഫൈൻ. Find how much change in the length of the pendulum is required so as to correct the clock. സോ ഒരു ക്ലോക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പെൻഡുലത്തിൻ്റെ ലെങ്ത്തിന് എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടത്? അത് കൂട്ടുവാണോ, ആ ലെങ്ത്തിന് കൂട്ടുവാണോ, അത് കുറയ്ക്കുവാണോ എന്നൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും കാര്യം ഓർത്തിരുന്നോണം, ഡി എൻ ബൈ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ഇൻറ്റു ഡി എൽ ബൈ എൽ എന്നാണ്. ഈ മൈനസിന് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു പെൻഡുലാണെങ്കിൽ ലെങ്ത്ത് സാധാരണയേക്കാളും ഉള്ളതിനേക്കാളും ഒരു ലെങ്ത്ത് കുറഞ്ഞു പോയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്ന, നമ്പർ ഓഫ് ബീറ്റ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ലെങ്ത് ഇച്ചിരി കൂട്ടി കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ കേസിൽ നല്ല സ്പീഡിലാണ് കണ്ടോ, എക്സ്ട്രാ 150 ബീറ്റ്സ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള സെക്കൻഡ്സ് പെൻഡുലത്തേക്കാളും കുറച്ച് മീൻസ് ലെങ്ത് കുറവായിരിക്കും ഈ പെൻഡുലത്തിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എത്രമാത്രം ലെങ്ത് കുറവാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് എക്സ്ട്രാ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്കിലാണ് ആ ഒരു പെൻഡുലം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇക്വേഷൻ്റെ ഉള്ളിൽ ഡി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗെയിൻ ചെയ്യുന്നത്? 150 seconds ആണ്. ഒരു സെക്കൻഡിൽ ഒരു ബീറ്റ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ. സോ ഡി എൻ്റെ പ്ലേസിൽ 150 വരും. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവറിൽ ഒരു ഡേയിൽ എത്ര നമ്പർ ഓഫ് സെക്കൻഡ്സ് ഉണ്ട് നോക്കിയാൽ മതി. അത്ര സെക്കൻഡ്സിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടോ അത്രയും ബീറ്റ്സ് കാണുമല്ലോ. സോ 24 × 60 × 60 ഒരു ഡേയിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട് നോക്കുക. അത് തന്നെയാണ് നമ്പർ ഓഫ് ബീറ്റ്സ് ഇൻ 1 day. ഇനി അപ്പോൾ ഡി എൻ കിട്ടി, എൻ കിട്ടി. ഇനി എൽ എന്താണെന്ന് നമുക്കറിയില്ല. ഡി എൽ ആണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്, എൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ഓർത്തോളണം, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ റേഷ്യോ ഇട്ട് തരും. ദ ലെങ്ത് ഇസ് ഇൻക്രീസ്ഡ് ദ റേഷ്യോ 500:501 അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ദ റേഷ്യോ 500:499 എന്നൊക്കെ പറയും. അങ്ങനെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ, ക്ലൂസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ടൈം പീരീഡ് അറിയാം അല്ലേ. ടൈം പീരീഡ് അറിയാം. ടി പി ഇസ് ഈക്വൽ ടു 2π√L/G എന്ന ഇക്വേഷൻ. അതിൻ്റെ ടൈം പീരീഡിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൽ. ബാക്കി എല്ലാ വാല്യൂസ് അറിയാലോ. സോ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തിട്ട് എല്ലിൻ്റെ വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ.
സോ ഈ കേസിൽ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി, ഡി എൽ മാത്രമേ അറിയില്ലാത്തുള്ളൂ. അപ്പോൾ ഡി എൽ എന്താണെന്ന് കണ്ടുപിടിച്ച് വെക്കണം. ഇപ്പം നമുക്ക് പറയണം ആ ഒരു പെൻഡത്തിന് എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടതെന്ന്. അപ്പോൾ ഇപ്പോൾ ഓർത്തോളം നമ്പർ ഓഫ് ബീറ്റ്സ് കൂടുതലാണെങ്കിൽ, സ്പീഡ് ഇച്ചിരി കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പെൻഡലത്തിന് ഈ ഡി എൽ ലെങ്ത് കൂട്ടിക്കൊടുക്കണം, ഇൻക്രീസ് ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റ് അവിടെ എഴുതി വെച്ചോണം. അത് പെൻഡലത്തിൻ്റെ നീളം ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇവിടെ എഴുതിയെടുക്കുന്ന കാര്യം ഓർത്തിരിക്കാം. Find how many seconds a clock would lose per day if the length of the pendulum were increased in the ratio 500:501. സോ ഒരു ക്ലോക്ക് എത്രമാത്രം സ്ലോയിലാണ് പോകുന്നത്, അതിൻ്റെ ലെങ്ത്ത് 500:501 എന്ന റേഷ്യോയിൽ അതിന് ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ, പെൻഡലത്തിൽ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ബീറ്റ്സ് ആണ്, ഒരു സെക്കൻഡ്സ് ആണ് ലോസ് ചെയ്യുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്രമാത്രം ആ ഒരു ക്ലോക്ക് സ്ലോ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇപ്പോൾ സ്ലോ ആണ്, അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഓർത്തോളം പെൻഡലത്തിന് ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും, പയ്യാണ്, സ്ലോയിലാണത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബീറ്റ്, നമ്പർ ഓഫ് ബീറ്റ്സ് ഉദ്ദേശിക്കുന്ന അത്ര കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഈ കേസിൽ ചെയ്യേണ്ട കാര്യം, നമ്പർ ഓഫ് ബീറ്റ്സ് പെർ ഡേ എന്താണ് എന്താണെന്ന് എഴുതാം. എല്ലും ഡി എല്ലും ഒറ്റയടിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാം. അതല്ലാതെ എല്ല് വേറെ എക്സ്ട്രാ കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. ഡി എൽ ബൈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡി എൽ എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് റേഷ്യോ ഉണ്ടല്ലോ, ഈ റേഷ്യോ ഉണ്ടല്ലോ 500:501, ഈ രണ്ട് വാല്യൂസിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ 1 ഡിഫറൻസ് വന്നേക്കുന്നത്. സോ ഡി എല്ലിൻ്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ആദ്യത്തെ റേഷ്യോ എന്താണ് കിടക്കുന്നത്, ഇത് 500 അല്ലേ, അത് എല്ലിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡിഫറൻസ് ഡി എൽ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനകത്ത് ആദ്യത്തെ റേഷ്യോയിൽ ആദ്യത്തെ ടേം എല്ലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡി എൽ. സോ ഇത്ര നമ്പർ ഓഫ് ബീറ്റ്സ് ആയിരിക്കും ഒരു ഡേ ലോസ് ചെയ്യുന്നത്. Find how much time a clock will gain or lose when the acceleration due to gravity is changed from 9.81 meter per second square to 9.8 meter per second square. Find the time period is 2 seconds. സോ 2 seconds ആണ് ടൈം പീരീഡ്. അപ്പോൾ എൻ്റെ 9.81 നിന്ന് 9.8 ആയി മാറുവാണെങ്കിൽ ആ ഒരു ക്ലോക്കിന് എന്താ സംഭവിക്കുന്നത്, ബീറ്റ് കൂടുകയോ കുറയോ അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഓർത്തോളണം, ബീറ്റ് ഈ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ബീറ്റ്സ് കൂടും. ഓക്കെ, ഓക്കെ, അത് രണ്ടും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. മനസ്സിലായി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുമ്പോൾ അത് ഭയങ്കര സ്പീഡിലായിരിക്കും അത് ബീറ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ നമ്പർ ഓഫ് ബീറ്റ്സ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് പറ്റും, നമ്പർ ഓഫ് ബീറ്റ്സ് ലോസ് ചെയ്യും. രണ്ട് പ്രപ്പോർഷനാണെന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. സോ ഈ കേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ dn/n is equal to ½ into dg/g എന്നാണ് ഇക്വേഷൻ. dg എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുക്കുക, g എന്ന് പറഞ്ഞാൽ 9.81 ആണത് എപ്പോഴും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് dn എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സിമ്പിൾ പെൻഡലത്തിൻ്റെ പ്രോബ്ലംസ് ഈ ഒരു സെറ്റ് പ്രോബ്ലംസ് ആണ് വരാറുള്ളത്. പിന്നെ ഒരു ടേമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്കൊരു ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതിന് പറയുന്ന ആ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് പറയുന്നതാണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളത്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് വേണോ അതാണ് അതിൻ്റെ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സാധാരണ ഒരു സ്പേസിലുള്ള ഒരു ബോഡി, ഇപ്പോൾ സ്പേസിലുള്ള ഒരു ബോഡി ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് നമുക്ക് ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് മൂവ് ഒക്കെ ചെയ്തായിട്ട് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കേസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ, കോൺഫിഗറേഷനെ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ XY/Z കോർഡിനേറ്റ്സ് പറയണം, θx, θy, θz. അതിൻ്റെ ഏതാണ് എൻ്റെ ആംഗിൾ ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയണം. ആംഗുലർ പൊസിഷനും ഡിഫൈൻ ചെയ്യാൻ അതിൻ്റെ θx, θy, θz വേണ്ടി വരും. റെക്റ്റിലിനിയർ പൊസിഷൻ അറിയാൻ വേണ്ടി XY/Z കോർഡിനേറ്റ്സ് ആവശ്യമായിട്ട് വരും. സോ അങ്ങനെ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഒരു സാധാരണ സ്പേസിലുള്ളൊരു ബോഡിക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ അതിന് രണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ജസ്റ്റ് ഒരു സ്ട്രിങ് ആട്ടോ. സ്ട്രിങ് താഴേക്ക് മാത്രം മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ അറിയാം. സോ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. ഈ പെൻഡിലാണ് ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുള്ളൂ. സോ ഈ ടേൺ ചെയ്യുന്ന ആംഗിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ അറിയാം. സോ ഇതിൻ്റെ 1 ആണ്. പക്ഷേ ഈ താഴെയുള്ളതിനെ കണ്ട് 2 സ്ട്രിങ്സ് ഉണ്ട്. സോ ഇത് x1ഉം x2ഉം കിട്ടിയാലാണ് കോൺഫിഗറേഷൻ അറിയുള്ളൂ. 2 ഡിസ്റ്റൻസ് കിട്ടിയാലാണ് ഓരോ സെക്കൻഡ് എന്താണെന്ന് അറിയുള്ളൂ. സോ ഹിയർ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് 2. ഇനി അതുപോലെ തന്നെ ഇവിടെ സ്ട്രിങ് ഉണ്ട്, ഇവിടെ ഒരു ടേൺ ചെയ്ത ആംഗിൾ നോക്കണമല്ലോ.
സോ സ്ട്രിങ്ങിൻ്റെ മൂവ്മെൻറ്റും ടേൺ ചെയ്ത ആംഗിളും. സോ അങ്ങനെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. സോ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള